താൽക്കാലിക സന്തോഷങ്ങൾക്കും സംതൃപ്തിക്കും വേണ്ടിയാകുന്നു മനുഷ്യരെല്ലാം ഓടുന്നത് എന്ന് അവർ തന്നെ അറിയുന്നില്ല. പലർക്കും ആത്മീയത പോലും അതിനുള്ള ഉപാധി മാത്രമാകുന്നു. നിലനിൽക്കുന്ന സന്തോഷവും സംതൃപ്തിയും അപ്രാപ്യമല്ല. അതിനുള്ള മാർഗം അറിയേണ്ടതുണ്ട്. വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം അവസരം തന്നല്ലോ. ജീവസന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടാൽ എങ്ങനെയാണ് അവിടുന്ന് നമ്മെ രൂപപ്പെടുത്തുന്നത് എന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വരെയാണല്ലോ നാം പഠിച്ചത്. ഇനിയും 15 മുതൽ 17 വരെ ഞാൻ വായിക്കട്ടെ. എഫെസ്യർ 5-ന്റെ 15 മുതൽ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. നിങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് വളരെ സൂക്ഷ്മതയോടെ നോക്കുവീൻ എന്നാണ് പൗലോസ് പറയുന്നത്. അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിരിപ്പീൻ. ഇവ തിന്മയുടെ ദിനങ്ങളാകയാൽ സമയം ഫലപ്രദമായി ഉപയോഗിച്ചു കൊള്ളുവീൻ. ക്രിസ്തു വിശ്വാസിയുടെ നടപ്പിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വേറൊരു വിലക്കാണ് ഇത്. അവൻ ജ്ഞാനത്തോടെ നടക്കണം. സമയത്തിൻ്റെ തിടുക്കവും ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യതയും വെളിപ്പെടുത്തത്തക്കവണ്ണമായിരിക്കണം ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിത രീതി. അതാണ് അവിടുത്തെ അർത്ഥം. ദൈവത്തിൻ്റെ ഹിതത്തിൽ തന്നെ ആയിരിക്കുക എന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ നടപ്പിൻ്റെ മുഴുവൻ ലക്ഷ്യവും. ഒരു ട്രെയിൻ അതിൻ്റെ പാളത്തിലൂടെ തന്നെ പോകുന്നത് പോലെ ഒരു ക്രിസ്തു വിശ്വാസി ദൈവഹിതത്തിൽ തന്നെ നടക്കുന്നു. അവൻ്റെ ഈ ലോകത്തിലെ നടപ്പ് കാണിക്കുന്നത് എന്തെന്നാൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്നത്രേ. അങ്ങനെ വെളിപ്പെടുത്താത്തവർ പാളം തെറ്റി ഓടുന്ന വണ്ടി പോലെയാകുന്നു. ഈ ബിസിനസ് രംഗങ്ങളിൽ ചെന്നാൽ എത്ര തിടുക്കത്തോടെയാണ് അവിടെ ആളുകൾ പ്രവർത്തിക്കുന്നത്. അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എത്ര തിടുക്കത്തോടെയാണ്. ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ, ഒരു വ്യക്തിയെപ്പോലും മുഷിപ്പിക്കാതെ ഓടി നടന്ന് ബിസിനസ് ചെയ്യുന്നു. അവസരം പാഴാക്കാതുള്ള ഒരു വേല. ഒരു ദൈവപൈതലിന് തൻ്റെ വേലയിൽ ഇത്രയും തിടുക്കമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ടോ? ക്രിസ്തുവിനുള്ളവൻ എന്ന വിധത്തിലൊരു വിശ്വാസി ഈ ലോകത്തിൽ നടക്കേണ്ടതാണ്. സന്ദർഭങ്ങൾ പാഴാക്കുന്നവൻ ഭോഷനാണ്. തക്കത്തിൽ ഉപയോഗിക്കുക എന്നതിന് മൂലഭാഷയിലെ ആശയം സമയം വീണ്ടെടുത്തു കൊള്ളുക, വിലയ്ക്ക് വാങ്ങിക്കൊള്ളുക എന്നൊക്കെയാണ്. സന്ദർഭങ്ങൾ പരമാവധി ഫലപ്രദമാക്കിക്കൊള്ളണം. സമയം പാഴാക്കുവാൻ ഇന്ന് വളരെയേറെ മാർഗങ്ങളുണ്ട്. എന്നാൽ തക്കത്തിൽ ഉപയോഗിക്കുന്നവരാണ് വാസ്തവത്തിൽ ജ്ഞാനികൾ. ഒരു ദൈവ പൈതലിനോട് അവൻ അഥവാ അവൾ ഒരു ദൈവ പൈതലാകുന്നുവോ എന്ന് ചോദിക്കാതെ തന്നെ അവൻ ഒരു ദൈവ പൈതലാകുന്നു എന്നറിയത്തക്കവണ്ണം വേണം നാം ജീവിക്കേണ്ടത്. നാം നടക്കുന്നത് എങ്ങനെയാണെന്ന് നാം സൂക്ഷ്മത്തോടെ നോക്കേണ്ടതാണ്. പവിത്രമായി നടക്കുവാൻ നാം ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കണം. നമ്മുടെ വിശുദ്ധ ജീവിതം ലോകം കാണത്തക്കവണ്ണമായിരിക്കണം നമ്മുടെ നടപ്പ്. ഓരോ യഥാർത്ഥ വിശ്വാസിക്കും ഒരു അനുഭവമുണ്ടായിരിക്കണം. അനുഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരിക്കണം അവൻ്റെ അനുഭവം എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. 18-ഉം 19-ഉം വാക്യങ്ങൾ. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. മറ്റൊരു പരിഭാഷ ഇപ്രകാരമാണ്: വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ഭോഗാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിൽ നിറഞ്ഞവരാകുവിൻ. സങ്കീർത്തനങ്ങളാലും സ്തോത്രങ്ങളാലും ആധ്യാത്മിക ഗീതങ്ങളാലും അന്യോന്യം സംഭാഷണം ചെയ്യുവിൻ.
പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് കീർത്തനങ്ങൾ ആലപിക്കുവീൻ. മദ്യപാനത്തിൻ്റെ ദോഷങ്ങൾക്കെതിരെയുള്ള ഒരു സംവാദം മാത്രമല്ല ഇവിടെ കാണുന്നത്. ഈ പറഞ്ഞ കാലങ്ങളിലെ സമൂഹത്തെ നശിപ്പിച്ചിരുന്ന ഒരു പാപമായിരുന്നു മദ്യപാനം, ഒരു വിപത്തായിരുന്നു. ഇന്നും അതുതന്നെയാണ് സ്ഥിതി എന്നതിൽ സങ്കടമുണ്ട്. ഒരു വലിയ വിപത്ത് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതും ഇതാണല്ലോ, മദ്യപാനം. വിഷമദ്യ ദുരന്തം നാം സ്ഥിരം കേൾക്കുന്ന ഒന്നായി തീർന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവീൻ എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? മദ്യപിക്കുന്ന മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ നിന്നും അത് പഠിക്കുവാനാണ് പൗലോസ് അതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മദ്യപിക്കുന്ന മനുഷ്യൻ മദ്യത്തിന് അധീനനാണ്. മദ്യമാകുന്നു അയാളെ നിയന്ത്രിക്കുന്നത്. ഒരു വ്യക്തി മദ്യത്തിൽ ലഹരി പിടിച്ചിരിക്കുന്നത് കണ്ടാൽ താങ്കൾക്കത് മനസ്സിലാകും. ഈ പറഞ്ഞതിന് വിപരീതമായി ഒരു ക്രിസ്തുവിശ്വാസിയെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവാകുന്നു. ആ ആവശ്യത്തെ നിറയ്ക്കേണ്ടത് ഒരു ദൈവിക ലഹരിയാണ്. ക്രമാതീതമായ ഒരു വൈകാരികതയല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. പിന്നെയോ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിനും എന്തെങ്കിലും നേടുന്നതിനും ആവശ്യമായ ആവേശം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നതിൻ്റെ അർത്ഥം നാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നത്രേ. ആത്മനിറവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കൂടുതൽ ലഭിക്കുന്നതാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടുതൽ കിട്ടുന്നതല്ല, ആത്മാവിന് നമ്മെ കൂടുതൽ കിട്ടുന്നതാണ് ആത്മനിറവിലെ ആശയം. ഒരു ക്രിസ്തുവിശ്വാസിയുടെ നടപ്പും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്ന അവസ്ഥയും വളരെ അടുത്ത ബന്ധമുള്ളതത്രേ. വിശുദ്ധ പൗലോസ് പറയുന്നത് ഒരു വിശ്വാസി സൂക്ഷ്മതയോടെ നടക്കണമെന്നും ആത്മാവ് നിറഞ്ഞവനായിരിക്കണം എന്നുമത്രേ. ഒരു വിശ്വാസിക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളാണിവ. ഈ നിറവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ശക്തിക്കും പ്രവർത്തനത്തിനുമായി നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് വർത്തമാനകാലത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചോ. ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിപ്പീൻ എന്നാണ് മൂലഭാഷയിലെ ആശയം. ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിപ്പീൻ, അനുനിമിഷം നിറയണം. ഇന്നത്തെ നിറവ് നാളത്തേക്ക് മതിയാകില്ല. ആത്മനിറവ് പ്രാപിച്ച വിശ്വാസി ജ്ഞാനത്തോടെ നടക്കുമെന്ന് മാത്രമല്ല, പിന്നെയോ അവൻ്റെ ക്രിസ്തീയ സ്വഭാവം ആത്മാവിൻ്റെ ഫലത്താൽ തെളിയിക്കപ്പെടുന്നു. ഏതെങ്കിലും പ്രത്യേക സന്ദർഭത്തിൽ അനുഭവമാക്കേണ്ട ഒരു കാര്യം മാത്രമല്ല പരിശുദ്ധാത്മ നിറവ്. ഈ അനുഭവം പ്രതിദിനം നാം ആസ്വദിക്കേണ്ട ഒന്നാകുന്നു. നമ്മുടെ പരിശ്രമങ്ങളാലല്ല നിറയപ്പെടുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുകയാണ്. നിറയുക എന്നത് ഉള്ളടക്കത്തെയോ അളവിനെയോ കാണിക്കുവാനല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ബൈബിളിൽ നിറയുക എന്നത് നിയന്ത്രിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് കോപം നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ അവർ കോപത്താൽ നിയന്ത്രിക്കപ്പെട്ടു എന്നല്ലേ അർത്ഥം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി എന്നത്രേ. അതിൻ്റെ അർത്ഥം അവർ അസൂയയാൽ നിയന്ത്രിക്കപ്പെട്ടു എന്നത്രേ. അവരുടെ വാക്കുകളും അവരുടെ നോട്ടവും ഭാവവും എല്ലാം അസൂയയിൽ മാത്രമായിരുന്നു. ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുക എന്നാൽ നമ്മുടെ മനസ്സിലും വികാരങ്ങളിലും ഇച്ഛയിലും നിരന്തരമായി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം അനുഭവിക്കുക എന്നത്രേ. ആത്മസ്നാനം ഏൽപ്പീൻ എന്നൊരു വിശ്വാസിയോട് കൽപ്പിച്ചിട്ടില്ല. ശ്രദ്ധിക്കണേ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനപ്പെട്ടിരിക്കുന്നു എന്നാണ്. വിശ്വാസികൾക്കുള്ള കൽപ്പന ആത്മാവിൽ നിറയുവീൻ എന്നതു മാത്രമാണ്. ഈ വിഷയം പലരും വളരെയേറെ തെറ്റിദ്ധരിക്കുകയും തെറ്റായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പരിശ്രമത്താൽ സാധിക്കുന്നതാണോ പരിശുദ്ധാത്മ സ്നാനം? കൽപ്പനയാകുമ്പോൾ നമ്മുടെ പരിശ്രമത്താൽ ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് നിറയുവാൻ കൽപ്പന. ഇവിടെ അങ്ങനെയല്ല. പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിക്കുകയും നമ്മിൽ അധിവസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിടുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സ്നാനപ്പെടുത്തി, അതായത് ക്രിസ്തുവിനോട് ഏകീഭവിപ്പിച്ച് വിശ്വാസികളുടെ സമൂഹമാകുന്ന സഭയിൽ ആക്കി വെക്കുന്നു. ഒരു വ്യക്തി ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ ഉടനെ തന്നെ
ആ വ്യക്തി പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു, അല്ലെങ്കിൽ ക്രിസ്തുവുമായി താതാത്മ്യപ്പെട്ടു. ആത്മാവ് ആ വ്യക്തിയെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേർക്കുന്നു. നമ്മുടെ വീണ്ടും ജനനത്തിൻ്റെ സമയത്ത് ഒരിക്കലായി നടക്കുന്ന ഒരു അനുഭവമാകുന്നു പരിശുദ്ധാത്മ സ്നാനം എന്നതിനാൽ അത് ആവർത്തിക്കുകയില്ല. എന്നും ഒരാൾ ജനിക്കുകയില്ലല്ലോ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുകയും അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ രൂപം പ്രാപിക്കുകയും ചെയ്തു. അവർ ആത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്തു. ഈ നിറവാണ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷിക്കുവാൻ അവരെ ശക്തീകരിച്ചത്. കാൽവറിയിൽ നടന്ന സംഭവം ആവർത്തിക്കുമെങ്കിൽ മാത്രമേ ചരിത്രപരമായ പരിശുദ്ധാത്മ സ്നാനം ആവർത്തിക്കുകയുള്ളൂ. എന്നാൽ ആ സ്നാനം വ്യക്തിപരമാക്കിയിരിക്കുകയാണ്. ഒരു പാപി ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആത്മാവ് അവനിൽ പ്രവേശിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായി അവനെ തീർക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം ഈ പറഞ്ഞ വ്യക്തിയിലുണ്ടാകുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഉൾപ്പെട്ടതാകുന്നു എന്നതാണ് ആത്മാവിൻ്റെ സ്നാനം എന്ന് പറഞ്ഞാൽ. ആത്മാവിനാൽ നിറയപ്പെടുക എന്നാൽ എൻ്റെ ശരീരം ക്രിസ്തുവിനുള്ളതാകുന്നു എന്നത്രേ. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. അങ്ങനെ ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തി സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കും. എന്തായാലും ക്രിസ്തുവിനെ സേവിക്കുവാൻ ഒരു വിശ്വാസിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നു. ക്രിസ്തുവിന് വേണ്ടി അവർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടിയിരുന്നു. അവർ ആത്മാവിനാൽ നിറയപ്പെട്ടു. ആ ദിവസം ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ അവരെ ശക്തീകരിച്ച ആ അനുഭവം അവർക്കുണ്ടായി. ആത്മനിറവ് അസാധാരണ വ്യക്തികൾക്കുള്ള അനുഭവമല്ല. എല്ലാവരും ആത്മനിറവിൽ ജീവിക്കണമെന്നാണ് ദൈവഹിതം. ആത്മനിറവ് എങ്ങനെ പ്രാപിക്കാം? നിറയ്ക്കേണ്ട പാത്രവുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. രാവിലെ ആരംഭിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ഇന്ന് അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിയന്ത്രിക്കണമേ. ആത്മാവിൽ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കൊണ്ട് തന്നെ അത് സാധ്യമല്ല. എനിക്ക് അവിടുത്തെ ശക്തി വേണം, എനിക്ക് അവിടുത്തെ സഹായം വേണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി യാചിച്ചു കൊണ്ട് വേണം വിശ്വാസികളായ നാം ഓരോ ദിവസവും ആരംഭിക്കേണ്ടത്. വിശ്വാസികൾക്ക് ഏറ്റവും അത്യാവശ്യമായുള്ള ഒന്നാകുന്നു ഈ ആത്മനിറവ്. ആത്മനിറവ് എന്നത് വിശ്വാസിയുടെ കർത്തവ്യവും അവകാശവുമാണ്. വിശുദ്ധവും ഫലകരവുമായ ഒരു ജീവിതത്തിനും സാക്ഷ്യത്തിനുമായി അവർ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരുപക്ഷെ താങ്കൾ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ വർഷത്തെ കാത്തിരിപ്പ് യോഗത്തിനോ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് കരുതുന്നുണ്ടാകും. എന്നാൽ ആ നിറവ് പണ്ടേ ചോർന്നുപോയി. അത് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. ആ നിറവുകൾ ഒന്നും ഇന്നത്തേക്ക് മതിയായതല്ല. ഞാൻ സാധാരണ എൻ്റെ വണ്ടിക്ക് പെട്രോൾ നിറയ്ക്കുന്ന ഒരു പമ്പുണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ വണ്ടിയുടെ ടാങ്കിൽ നിറയെ പെട്രോൾ അടിച്ച് ഓടിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും ഈ പറഞ്ഞ പമ്പിൽ പെട്രോൾ അടിക്കുവാൻ വന്നു. അപ്പോൾ അവിടെ നിന്ന് പെട്രോൾ അടിക്കുന്ന വ്യക്തി എന്നോട് ചോദിക്കുകയാണ്, ഇത്രയ്ക്കോട്ടം എവിടെയായിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ രാവിലെ ഞാൻ ഇന്നടത്ത് പോയി, പിന്നെ ഇന്നടത്ത് പോയി, പിന്നെ വേറെ ഒരിടത്ത് പോയി, വൈകുന്നേരം ഇങ്ങ് വന്നപ്പോഴേക്കും ടാങ്ക് കാലിയായി. അതേ സുഹൃത്തെ, താങ്കൾ ആത്മാവിനാൽ നിറയപ്പെട്ടാൽ താങ്കൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. താങ്കൾ ആത്മാവിൽ ആയിരിക്കും നടക്കുന്നത്. എന്നാൽ നാളത്തേക്ക് ആവശ്യമുള്ളതും കൂടി ഇന്ന് നിറച്ചു എന്നർത്ഥമില്ല. നാളത്തേക്ക് വേറൊരു നിറവ് താങ്കൾക്ക് ആവശ്യമാണ്. പഴയ ടാങ്കിന് പുതിയൊരു നിറവ് ആവശ്യമാണ്. ഈ കാരണത്താലാകുന്ന ചില ആളുകൾ ഒരു ദിവസം ദൈവത്താൽ അതിശക്തമായി ഉപയോഗിക്കപ്പെടുകയും പിറ്റേ ദിവസം ആകെ ശൂന്യമായി തോന്നപ്പെടുകയും ചെയ്യുന്നത്. ഇനിയും ആത്മാവിനാൽ നിറയപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് തുടർന്ന് പൗലോസ് പറയുന്നത്. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ്. 19-ാം വാക്യം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും. ഇവിടെ സങ്കീർത്തനവും സ്തുതിയും ഗീതങ്ങളും എല്ലാം കാണുന്നുണ്ട് അല്ലേ? സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ ഇതെല്ലാം. അപ്പോൾ ചിലർ വ്യാഖ്യാനിച്ചേക്കാം, ആത്മാവിൽ നിറയുക എന്നാൽ നാം അന്യോന്യം സംസാരിക്കുന്നത് നിർത്തിയിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുമെന്ന്. അതല്ല ഇവിടുത്തെ അർത്ഥം. ഇവിടുത്തെ സൂചന ക്രിസ്തീയ കൂട്ടായ്മയുടേതാണ്. സന്തോഷം നിറഞ്ഞ കൂട്ടായ്മയില്ലാത്ത ആത്മനിറവ് ആത്മനിറവല്ല. നോക്കണേ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. വളരെ ഉന്നതമായ ഒരു അവസ്ഥയിലാണത്.
ആത്മീയ ഗീതങ്ങൾ, ആത്മീയ വിഷയങ്ങളെ അധികരിച്ചുള്ള പാട്ടുകളാണ്. ആത്മനിറവിൻ്റെ പ്രകടനങ്ങൾ ഇതത്രേ. കാരണം അവിടുന്ന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മ നിറവിനാലാണ് ഒരു വിശ്വാസിയിൽ സന്തോഷമുണ്ടാകുന്നത്. അതെ, കൂട്ടായ്മ ഉണ്ടാകുന്നത്. ആത്മനിറവിൻ്റെ അടുത്ത അടയാളം 20-ാം വാക്യത്തിൽ പറയുന്നത് നാം വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്നുള്ളതിൻ്റെ വേറൊരു തെളിവ് നന്ദി നിറഞ്ഞൊരു ഹൃദയമാണ്. സങ്കീർത്തനങ്ങളിൽ ഒരു വലിയ പങ്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയുമാകുന്നു നാം കാണുന്നത്. അതും വളരെ ഉയർന്ന ഒരു നിലയിലാണ്. ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ ഇത് നമുക്കധികം കാണുവാൻ കഴിയുന്നില്ല. അവിടുത്തെ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം നാം കർത്താവിന് സ്തോത്രം പറയണം, ദൈവത്തിന് നന്ദി കരയറ്റണം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും താങ്കൾക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കുമോ? അതും എപ്പോഴും എല്ലാറ്റിനും വേണ്ടി. ഹൃദയത്തിൽ നിന്നും അത് ഉത്ഭവിക്കുന്നില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. ആത്മാവിൽ നിറയപ്പെടുമ്പോൾ നന്ദി നിറഞ്ഞൊരു ഹൃദയം ഉണ്ടാകുന്നു. സകലത്തിനും സത്യസന്ധമായി തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാവുന്നതാണ്. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനുള്ള ആഹ്വാനം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ അസാധാരണമല്ല. പിറുപിറുക്കുന്ന ആത്മാവ് ഒരിക്കലും പരിശുദ്ധാത്മാവുമായി ചേർന്ന് പോകുകയില്ല. ഇസ്രായേൽ ജനത്തെ തന്നെ നോക്കിക്കേ. അവരെ മുറുകെ പറ്റിയിരുന്ന പാപങ്ങളിലൊന്നായിരുന്നു ഈ പിറുപിറുപ്പ്. അവർ എല്ലായ്പ്പോഴും ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുക്കുമായിരുന്നു. എന്നാൽ ആത്മനിറവ് പ്രാപിച്ച ഒരു ദൈവപൈതൽ പരാതിപ്പെടുന്നതിലല്ല നിറഞ്ഞിരിക്കുന്നത്, നന്ദി കരേറ്റുന്നതിൽ അത്രയും നിറഞ്ഞിരിക്കുന്നത്. ആത്മാവ് ഭരിക്കുന്ന ഇടത്ത് ദൈവത്തോടുള്ള നന്ദിയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തെ സ്തുതിക്കണം. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ശിക്ഷണത്തിനും ശാസനത്തിനും എല്ലാ ചുറ്റുപാടുകൾക്കും വേണ്ടി നാം ദൈവത്തെ സ്തുതിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും സ്തോത്രവും എപ്പോഴും ഉണ്ടായിരിക്കും. ആത്മനിറവിൻ്റെ മറ്റൊരടയാളമാണ് 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഈ കീഴ്പ്പെടുക എന്നത് വളരെ ചിന്തിപ്പിക്കുന്നൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം അനുസരിക്കുക എന്നല്ല. സഭയിൽ താൻ ആരോ വലിയ ആളാകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുവനിൽ നിന്നും ആജ്ഞകൾ സ്വീകരിക്കുന്ന ഒരു താണ ജോലിക്കാരനാകുന്നു പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച ഒരു ദൈവപൈതൽ എന്നല്ല പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത്. നാം ആജ്ഞകൾ സ്വീകരിക്കുന്നവർ തന്നെയാണ്, പക്ഷേ നമ്മുടെ രക്ഷകനായവനിൽ നിന്നുമാണ് നാം ആജ്ഞകൾ സ്വീകരിക്കുന്നത്. അവനത്രയും നമ്മുടെ നേതാവ്. യോശുവ ചിന്തിച്ചു താനാണ് ഇസ്രായേൽ മക്കളുടെ നേതാവെന്ന്. അപ്പോൾ അതാ ഒരു മനുഷ്യൻ ഊരിപ്പിടിച്ച ഒരു വാളുമായി പാളയത്തിനപ്പുറത്ത് ആ മനുഷ്യൻ നിൽക്കുന്നു. അവനോട് യോശുവ ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ ചോദിച്ചത്, ഞാനാ ഇവിടുത്തെ നേതാവ്, വാളെടുക്കുവാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? അപ്പോൾ ദൂതൻ പറഞ്ഞ മറുപടി യോശുവയെ ആകെ വിറപ്പിച്ച് കളഞ്ഞു. തനിക്കൊരു നേതാവ് ഉണ്ടെന്ന് യോശുവ അപ്പോൾ മനസ്സിലാക്കി. അവന് കീഴ്പ്പെടുന്നത് സ്നേഹത്തിൻ്റെ ആത്മാവിലാണ്. ഇവിടെ നിങ്ങളും ഞാനും നമ്മെ തന്നെ കീഴ്പ്പെടുത്തണം, വിനയപ്പെടണം, താഴ്മയുണ്ടാകണം. എല്ലാവർക്കും വിനയപ്പെടുന്ന മനോഭാവം. അന്യോന്യം ക്രിസ്തുവിൻ്റെ ഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കണം. അന്യോന്യം, ഇതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ഭയത്തിൽ താഴ്മയോടെ ദൈവമക്കൾ ഒരുമിച്ച് നടക്കണമെന്നത്രേ. താഴ്മയോടെ മറ്റുള്ളവർക്ക്, അതെ ദൈവമക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കാത്തവർ പരിശുദ്ധാത്മാവിനാൽ അല്ല അശുദ്ധാത്മാവിനാൽ അത്രേ നിറയപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും ആത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ ആക്രമണ സ്വഭാവമുള്ളവരും പിടിവാശിക്കാരും ധിക്കാരികളുമായി കാണപ്പെടാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വിനയത്തിൻ്റെ ആത്മാവാണ്. അവനാൽ വാസ്തവമായി നിറയപ്പെട്ട വ്യക്തികൾ സൗമ്യതയും സാവധാനതയും പ്രകടിപ്പിക്കും. അവർ തമ്മിൽ കീഴ്പ്പെട്ടിരിക്കും എന്നതാണ് വളരെ വ്യക്തമായ ഒരു തെളിവ്. ഇന്ന് ഈ വക സത്യങ്ങളൊക്കെ ത്യജിച്ചിട്ട് ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ വരുമ്പോഴുള്ള നിറവേ പലർക്കുമുള്ളൂ. അത് ഉറക്കപ്പാട്ട് പാടുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് പലർക്കും ഉണ്ടാകുന്നത്. പലർക്കും ഈ ഉച്ചത്തിലുള്ള പ്രകടനങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ അപാകതകളെ മറയ്ക്കുവാനുള്ളൊരു ഉപാധി മാത്രമാണെന്ന് ഓർക്കണം.
ഇത് ലോകം കാണുന്നു എന്ന് നാം മറക്കരുത്. ഒരു സഹോദരിയെ എനിക്കറിയാം. അവർ ആരാധനയ്ക്ക് വന്നാൽ മറ്റാരേക്കാൾ വേറെ ഉച്ചത്തിൽ പാട്ടുപാടുകയും പ്രവചിക്കുകയും എല്ലാം ചെയ്യും. മറ്റാർക്കും ആത്മനിറവില്ല എങ്കിലും ഇവർക്കുണ്ട് എന്ന് തോന്നത്തക്കവണ്ണമുള്ള പ്രകടനങ്ങൾ. എന്നാൽ അവരുടെ ഭർത്താവ് ഈ പറഞ്ഞതുപോലെയുള്ള വേറൊരു സഭയിലാണ് ആരാധിക്കുന്നത്. ഒരുമിച്ച് ആരാധിക്കാനായിട്ട് അങ്ങോട്ട് മനസ്സ് വരുന്നില്ലായിരിക്കാം. ഇനിയും ഇവരുടെ അമ്മായിയമ്മയുമായുള്ള ബന്ധം അതിലും വഷളാണ്. വീട്ടിലെ ബന്ധങ്ങളെല്ലാം ഒരുതരം നരകമാണ്. ഈ നരകത്തിൽ അശുദ്ധാത്മാക്കൾക്ക് മാത്രമേ പാർക്കാൻ കഴിയൂ എന്നുകൂടി ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരു ദൈവപൈതൽ മറ്റെല്ലാ ദൈവമക്കളോടും സൗമ്യതയോടെ ഇടപെടും. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തി ഒരു ക്രിസ്തു വിശ്വാസിക്ക് നൽകിയിരിക്കുന്ന ഒരേ ഒരു കൽപ്പന ഇത് മാത്രമാകുന്നു. നാം ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മറ്റ് ശുശ്രൂഷകൾ എല്ലാം നമ്മിൽ സംഭവിച്ചിരിക്കും. ഓരോ ക്രിസ്തു വിശ്വാസിയും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചു. മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ വസിക്കുന്നു എന്ന് റോമാലേഖനം 8:9 നാം കാണുന്നു. അതും മാത്രമല്ല, വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ ഒരു വിശ്വാസിയെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് എഫേസ്യ ലേഖനം 1:13 നാം കാണുന്നു. ഒരു ക്രിസ്തു വിശ്വാസി ആത്മാവിനാൽ സ്നാനപ്പെട്ടിരിക്കുന്നുവെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ കാണുന്നു. ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്ന നിമിഷം ഈ പറഞ്ഞതെല്ലാം ഒരുപോലെ സംഭവിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനായി ഒരു ക്രിസ്തു വിശ്വാസി സദാ വിധേയപ്പെടുത്തേണ്ടതുണ്ട് എന്നത് ദൈവകൽപ്പനയാകുന്നു. അങ്ങനെ നിറയപ്പെട്ട ഒരാളിൽ കാണുന്നത് കൃപാവരങ്ങളെക്കാളേറെ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അതിൻ്റെ 3 അടയാളങ്ങൾ: സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരിക്കും അവരുടേത്, നന്ദി നിറഞ്ഞൊരു ജീവിതമായിരിക്കും അവരുടേത്, താഴ്മയുള്ളൊരു ജീവിതമായിരിക്കും അവരുടേത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സന്തോഷമുള്ളവരായി, നന്ദിയുള്ളവരായി, താഴ്മയുള്ളവരായി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നത്. ആത്മനിറവ് എന്ന് പറയുന്നത് നമുക്ക് ആത്മാവിനെ ലഭിക്കുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന് നമ്മെ ലഭിക്കുന്നതാണ്. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ആത്മനിറവ്. ആത്മസ്നാനം, ആത്മനിറവ് തുടങ്ങിയ വാക്കുകൾക്ക് ഒരു വ്യക്തത ഇന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കട്ടെ. ആത്മനിറവിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സ്നേഹിതർക്കും ഈ ക്ലാസ് മൂലം പ്രയോജനം ഉണ്ടാകട്ടെ. ജീവസന്ദേശം നിങ്ങളുടെ സ്നേഹിതർക്കും പരിചയപ്പെടുത്തിയാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.